മുട്ടി. അപ്പോൾ ചാടണ്ട കേട്ടോ. ഇത് ടാറ്റയുടെ വിങ്ങർ പ്ലസ്സാണ്. ടാറ്റ വിങ്ങർ എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ്. കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവലറൊക്കെ ഉള്ള അല്ലെങ്കിൽ ട്രാവലറിനോടൊക്കെ മുട്ടി നിൽക്കാൻ വേണ്ടി ടാറ്റ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്തായാലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് ഹൈ റൂഫാണെന്നുള്ളതും നടക്കാൻ പറ്റുന്നതാണ്. ഇത് 9 സീറ്ററാണ്. ഇപ്പോൾ സാധാരണ 7 സീറ്റർ അല്ലെങ്കിൽ 10 സീറ്റർ അല്ലെങ്കിൽ 13 സീറ്ററൊക്കെ ഉണ്ട്. പക്ഷേ 9 സീറ്ററും കുറച്ചൊരു സ്പേസൊക്കെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു വിങ്ങർ പോലുള്ള വണ്ടികളൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇത് മോണോക്കോക്കാണേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. വരും. തുടക്കം നമുക്ക് എഞ്ചിൻ തന്നെ ആവാം. അതായത് ഏതാണ് എഞ്ചിൻ ആദ്യം പറയാം. ഇതൊരു ഡീസൽ എഞ്ചിനുള്ള വണ്ടി കേട്ടോ. 2.2 ലിറ്റർ ഡൈക്കോറാണ്. 99 bhp 200 ന്യൂട്ടൺ മീറ്റർ. ഈ എഞ്ചിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് കോമൺ ഓയിലാണെന്ന് മാത്രമല്ല ഈ വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആകുമ്പോഴുള്ള ഗുണം എന്താ, ഈ സ്കെയിലബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഈ വണ്ടിയുടെ കുറച്ച് ഭാഗം മാത്രമല്ല എഞ്ചിനും അല്ലെങ്കിൽ ആക്സിലും ഉള്ളൂ, ബാക്കിയൊക്കെ എത്ര വേണമെങ്കിൽ നീട്ടാമല്ലോ എന്നുള്ള കാര്യമുണ്ട്. പിന്നെ ട്രാവലറൊക്കെ പോലെ പിൻവീലല്ല എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ആളുകൾ പറയും. പക്ഷേ ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ രസമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ ഓടിക്കും പറയാം. പിന്നെ വലിയ ഗ്ലാസ് ഏരിയ. ഈ ഗ്ലാസ് ഏരിയയുടെ മുകളിൽ വൈപ്പറും അല്ലെങ്കിൽ ഗ്ലാസ് വൈസ് സൂനയും ഇവിടെ ഒരു ചെറിയ ഒരു ഗ്രില്ല് പോലെ കൊടുത്തു തന്ന ഒരു എയർ ഡാം അല്ലെങ്കിൽ വാട്ടർ എന്താ പറയുക ആ ഒരു റിസർവറിലേക്ക് പോകുന്ന ഗ്യാപ്പൊക്കെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞ ഹൈ റൂഫിൻ്റെ ആ കട്ടിങ്ങിൽ ഒരു ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു വലിയ ഗ്ലാസ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നില്ലേ, ഒരു യൂറോപ്യൻ ബസ്സുകളെ പോലെയൊക്കെ. പക്ഷേ ഇത് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ ഒരു വലിയ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ എന്ന് പറയുന്നത് ടാറ്റയുടെ മുഖമുദ്രയാണ്. ഇപ്പോൾ എല്ലാ വണ്ടിയും കാണാം. അതിന് നടുവിൽ ടാറ്റയുടെ ലോഗോയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗ്രില്ല് കാണാം. ഇത് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. താഴെ ഒരു എഡാം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പുകളില്ല, പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. ഈ ഹെഡ് ലാമ്പ് റിസസ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റിച്ചിരിക്കണം കേട്ടോ. ഈ ഹെഡ് ലാമ്പിന് പക്ഷേ അടിയിലായതുകൊണ്ട് വെളിച്ചമുണ്ട്, മുഖത്തേക്ക് അടിക്കില്ലാനുള്ള ഗുണം തന്നെയാണ്. പിന്നെ അത്യാവശ്യത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഇവിടെ ഈ ഒരു റിഫ്ലക്ടറൊക്കെ ടാക്സി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ആവശ്യമാണ്. അതൊക്കെ വണ്ടിക്കകത്ത് കാണാം. പിന്നെ വലിയ മിററുകൾ വശങ്ങളായിട്ട് കാണാം. അത്രേ ഉള്ളൂ മുന്നിലെ കാര്യം. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താ ക്ലീൻ ലൈൻസ് ആണെന്നുള്ളതാണ്. ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു എക്സ്ട്രാ ഫിറ്റ്? ഇതുപോലെ ഈ ഹൈ റൂഫ് എന്ന് പറയുന്നത് ആഫ്റ്റർ തോട്ടായിട്ട് തോന്നില്ലേ? ഇപ്പോൾ ട്രാവലറിനേക്ക് ഇത്ര ഒരു ആഫ്റ്റർ തോട്ടായിട്ട് തോന്നില്ല കേട്ടോ. പക്ഷേ ഇത് ഒരു ഒത്തിരി ഉയർത്തി വെച്ച പോലെ തോന്നുന്നു. എനിക്ക് ഇതിൻ്റെ ഹൈ റൂഫിനേക്കാളും ചെറിയൊരു റൂഫ് ഇഷ്ടം. നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഇതിന് ഈ സൈഡിൽ ഡോറില്ല. ഇവിടെ ഈ ഒരു ഗ്ലാസ്സൊക്കെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് കാറ്റൊക്കെ ഉള്ള എ സി വണ്ടിയാണ്. ഇനി നോൺ എ സി ആയിട്ട് ഉപയോഗിക്കാം. റൂഫിൻ്റെ മുകളിൽ എ സി കാണാം. അത് ഇതിൻ്റെ സെൻട്രലൈസ്ഡ് എ സി പോലെ, സെൻട്രലൈസ്ഡ് എ സി നല്ല പറയുന്നത് റിയർ എ സി കൂടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നിൽ പാരബോളിക് ലീഫ് സ്പ്രിങ്ങാണ്, അതായത് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ 195/15 അതാണ് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നിൽ ഡ്രം ബ്രേക്കാണ്, മുന്നിൽ ഡിസ്ക്കാണ്. അതൊരു കാര്യമായിട്ട് കാണാം. വീൽ കപ്പൊക്കെ ഇട്ടുണ്ട്, കാർ പോലെ ഭംഗിയിട്ട് കാണാനായിട്ട്. ഇവിടെ ക്ലാമ്പുകളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഈ സൈഡിൽ സീറ്റും അല്ലെങ്കിൽ കാര്യങ്ങളും മാത്രം ഉള്ളതുകൊണ്ട് ഡോർ അപ്പുറത്തായതുകൊണ്ടും ഇത് എങ്ങനെ കയറുന്നില്ലല്ലേ, കയറാൻ എളുപ്പമാണ്. അതിനപ്പുറത്ത് വരണം. മയോ ഈ ഇൻഡിക്കേറ്റർ ക്ലിയർ ലൈൻസ് ആട്ടോ അതും പറയണം. മിററിൻ്റെ മുകളിലല്ല, അത് താഴെയാണ്. ഈ മിറർ എന്ന് പറയുന്നത് വലിയ മിററാണ്. ഈ ക്രോമിൻ്റെ ഒരു കണക്ഷൻ ഇത് മെറ്റൽ തന്നെയാണ്. ഇപ്പോൾ ട്രാവലറിന് അത് ഫൈബറാണ്. പിന്നെ ഇവിടെ നമുക്ക് തുറന്നു കഴിയുമ്പോഴേ, തുറക്കുന്നതിൻ്റെ മുന്നേ കാര്യം പറയാം. ഇത് കണ്ടോ, ഈ ഡീസലിൻ്റെ ഈ ഒരു ക്യാപ്പും ഈ ആഡ് ബ്ലൂവിൻ്റെ ഈ ക്യാപ്പും ഇത് രണ്ടും ലോക്കബിളാണ്. ഇതിനൊരു കാര്യം കൂടി ഉണ്ട്. കീയിൽ കൊടുത്തേക്കുന്ന സ്വിച്ച് കീയുടെ കളറും അങ്ങനെ തന്നെയാണ്, നീലയും കറുപ്പും തന്നെയാണ് കേട്ടോ. അതും കാര്യമായിട്ട് പറയാം. ഇവിടെ ലോക്ക് കാണാം. ഇനി വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. വലിയ ഏരിയ പറയുമ്പോൾ കയറാനും ഇറങ്ങാനൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആട്ടോ. അതിനകത്ത് ഈ നോക്കി നമുക്കറിയാം കേട്ടോ. ഇത് എക്സ്ട്രാ സ്റ്റെപ്പ്, ഇത് വണ്ടിയുടെ സ്റ്റെപ്പ്. പിന്നെ നമുക്ക് കയറാം. ഈ മാറ്റൊക്കെ കണ്ടോ. ഡോറിൽ വലിയ ബോട്ടിൽ ഹോൾഡർ കൊടുക്കുന്നുണ്ട്. വലിയ ആ ഒരു മാപ്പ് പോക്കറ്റ് കാണാം. വൈൻഡർ തന്നെയാണ്, അതൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ പിടിച്ച് കയറാൻ 2 ഗ്രാബ് ഹാൻഡിലാണ്. ഇത് പിടിച്ച് തന്നെ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നുള്ളതാണ്. വെൽക്കം ആകെയാ കേട്ടോ. ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു തല മുട്ടില്ല. മുട്ടി. അപ്പോൾ ചാടണ്ട കേട്ടോ. പിന്നെ എ സിയുടെ ആ ഒരു യൂണിറ്റാണ് ഈ കാണുന്നത്. ഇവിടെ എ സിയുടെ വെൻറ്റുകളുണ്ട്, ഇവിടെയും എ സിയുടെ വെൻറ്റുകളുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ എ സിയുടെ കാര്യങ്ങളും ഇപ്പുറത്ത് സ്റ്റോറേജ് സ്പേസാണ്, കൂടിയ സ്റ്റോറേജ് സ്പേസാണ്. ഇതിനകത്ത് നമുക്കൊന്നും വെക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാം വെക്കാം. പിന്നെ ഈ സീറ്റിന് നമുക്ക് റിക്ലൈനിങ് ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് കിടന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി റിക്ലൈൻ ആവട്ടെ കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്താൽ പിന്നിൽ ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. എന്നാലും ആവശ്യത്തിന് റിക്ലൈൻ ചെയ്യാൻ പറ്റും, അത് മതി. ആംബ്രസ്റ്റ് 2 ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്, പവർ പോയിൻ്റ് ഉണ്ട്. അതൊക്കെ തന്നെ വേണ്ട കാര്യമായിട്ട് കാണാം. ഇവിടെ എ സി വെൻ്റ് വെച്ച് നമുക്ക് കൂളായിട്ടിരിക്കാം. ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സൈഡിലായിട്ട് കൊടുക്കുന്നത് അത് സി പോർട്ടല്ല, USB സാധാ USB ആണ്. പിന്നെ പിന്നിലേക്ക് വന്നേ, പിന്നിൽ വലിയ സീറ്റുകളാണ്, 3 സീറ്റുണ്ട്. ഈ 3 സീറ്റിലിരിക്കാനും അത്യാവശ്യം സുഖമാണെന്ന് കാണാം. പക്ഷേ ഈ 2 സീറ്റിലിരിക്കുമ്പോൾ മഡ്ഗാർഡ് പ്രശ്നമാവും. എന്നാലും ഇവിടെ നമുക്ക് നന്നായിരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയും എ സിക്കുള്ള കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ് അല്ല കേട്ടോ, വെൻ്റാണേ. പിന്നെ
ഈ AC യൂണിറ്റൊക്കെ കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പോൾ നല്ല ഫാബ്രിക് സീറ്റാണ്. ഈ സീറ്റിൻ്റെ റിക്ലൈനിങ് ആംഗിൾ കൊള്ളാം, അതുപോലെ ഇതിൻ്റെ ആംറസ്റ്റ് കൊള്ളാം. സീറ്റിനിടയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ വലിയ ബാഗ് മുകളിലും ചെറിയ ബാഗ് താഴെ വെക്കേണ്ടി വരും, കാരണം ഈ സൈഡിൽ മാത്രമേ സ്റ്റോറേജ് സ്പേസ് മുകളിലുള്ളൂ. ആഡ് ബ്ലൂവിൻ്റെ അടപ്പ് പോലെ ആഡ് ബ്ലൂവിൻ്റെ കീ, അതാണ് നേരത്തെ കണ്ട കീ എന്ന് പറയുന്നത്. പിന്നെ ഈ കീ വെച്ച് നമുക്ക് ലോക്ക് തുറക്കാം. എല്ലാ വണ്ടിയും പോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. തുറന്ന് കഴിയുമ്പോൾ പൂട്ട് ചെയ്ത് ഓക്കെ. ഇതിങ്ങനെ സൈഡിലേക്ക് ആക്കുമ്പോൾ തുറക്കുമ്പോൾ വലിയ ഒരു ഓപ്പണിംഗ് ആണ്. ഇപ്പോൾ ബാൻഡൂർ എന്നൊക്കെ പറയില്ലേ സൈഡിലാണെങ്കിൽ, ഇത് പക്ഷേ സൈഡിലല്ല, ഇത് വശങ്ങളിലാണ്. ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നമുക്ക് അത്യാവശ്യത്തിലധികം ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, ജാക്ക് വെച്ചിട്ടുണ്ട്, ജാക്ക് ലിവർ കാണാം, സീറ്റിൻ്റെ അടിയിൽ നമുക്ക് കാര്യങ്ങൾ വെക്കാം. ഓക്കെ, അതൊക്കെ ഗുണങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തോണ്ടേ കയറി നിൽക്കാനൊക്കെ പറ്റും, വേണം ഈ ആവശ്യമുണ്ടെങ്കിൽ കയറ്റാനും ഇറക്കാനൊക്കെ. പിന്നെ ഈ ഡോറിൻ്റെ പാഡും കാര്യങ്ങളൊക്കെ കാണില്ലേ, കൊള്ളാം അല്ലേ. ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി കണ്ടാണ് ഈ ഒരു പാനലിൻ്റെയൊക്കെ സൗണ്ടേ ഒരിത്തിരി സേഫാണെന്ന് കാണിക്കാൻ തോന്നിക്കുന്ന പോലെ തോന്നുന്നതൊക്കെ. ടാറ്റ വിങ്ങർ. ഇവിടെ നമ്പർ പ്ലേറ്റിനായിട്ടുള്ള റിസസ് കണ്ടോ. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം, ധാരാളം. ഈ ലൈറ്റിൻ്റെ ഡിസൈൻ എനിക്ക് നന്നായി തോന്നി, അതായത് ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരിത്തിരി കാലികമാണ്, LED ആണ്. പിന്നെ ഇവിടെ ആ ബമ്പറിൻ്റെ ഡിസൈൻ കൊള്ളാം. അതുകൊണ്ട് കയറി നിൽക്കുന്ന റാപ്പ് അറൗണ്ട് ബമ്പറാണ്. ഇത് ഡോറും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുമ്പിലെ പോലെയല്ല, ഗ്ലാസ്സിന് ഒരു ഉയരം കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. എന്ന് വെച്ചാൽ പിന്നിലൂടെ നോക്കിയാൽ ബാക്ക് കാണാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു ഗ്ലാസ് ഏരിയ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഹാൻഡിലില്ലെങ്കിലും ഹാൻഡിലായിട്ടുള്ളൊരു റിസസ് കൊടുത്തിട്ടുണ്ട്. അതും വേണമെങ്കിൽ ഹാൻഡിൽ വെക്കാമെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും, പക്ഷേ ആവശ്യമില്ല. വിങ്ങറിൻ്റെ ആയി. ഇനി സ്പെയർ വീൽ എവിടെ? സ്പെയർ വീൽ താഴെയാണ്, കാണാൻ പറ്റും. അവിടെ നോക്കിയേ, അത് ഡെഡ് ആക്സിലാണേ. ആക്സിലൊന്നുമില്ല, വെറുതെ വീല് കറങ്ങുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ മുന്നിലാണ് ഇതിൻ്റെ പവർ ട്രെയിൻ മുഴുവൻ. അതായത് ഇതൊരു മോണോക്കോക്ക് ബോഡിയാണ്, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിലൊന്നും ആവശ്യവുമില്ല. പടി നീട്ടി വയ്ക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പടി ഇത്രേ ഉള്ളൂ, എക്സ്ട്രാ പടി. ഞാൻ അകത്ത് കയറാം, ബസ്സിലൊക്കെ കയറുന്ന പോലെ ഇടതുവശത്തൂടെ കയറാം. ഓക്കെ, ഡോർ തുറന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ കാണിക്കാം. ഇത് ഡ്രൈവർക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള വണ്ടിയാണിത്. അതായത് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പവേഡായിട്ട്. ഹൈറ്റൊക്കെ ആ വീട്ടിലെ ഓഫീസുകാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യില്ല, അതുപോലെ ചെയ്യാം. പ്രസിദ്ധ താഴെ പോവും കണ്ടോ. പിന്നെ പ്രസിദ്ധ മുകളിൽ കയറ്റാം, അതുപോലെ ഫ്രണ്ട് ഭാഗം അങ്ങനെ തന്നെ നല്ല കയറ്റാം. പിന്നെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, മുന്നോട്ട് നിൽക്കാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോൾഡറല്ല, ഒരു ബോട്ടിൽ ഹോൾഡർ പോലെ, അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു കബ്ബി ഹോളാണ്. പിന്നെ ഒരു PD കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ടാറ്റ മോട്ടോഴ്സ് കണ്ട സ്റ്റിയറിംഗാണ്, പഴയ വണ്ടിയുടെ കാറുകളുടെ കീ. ഇതാണ് കീ, ഞാൻ നേരത്തെ കാണിച്ചു. ഇവിടെ ഈ സ്റ്റിയറിംഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ വൈപ്പർ സ്റ്റാക്ക് കാണാം, ഇടതുവശത്ത് വൈപ്പർ സ്റ്റാക്ക്, വലതുവശത്ത് ഹെഡ് ലാംപ്സ്. ഓക്കെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൂടി ഇതിനകത്താണ്. 2 പോർട്ടുള്ള മീറ്റർ ക്ലസ്റ്ററാണ്, അത് കാണിക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയ കൺസോളൊക്കെ കൊടുത്തിട്ട്, ഇത് സ്പീഡോമീറ്റർ, ഇത് ടാക്കോമീറ്റർ. പിന്നെ ആഡ് ബ്ലൂ അല്ലെങ്കിൽ അതായത് DEF, ഡീസൽ എക്സോസ്റ്റ് ഫ്യൂവൽ, എഞ്ചിൻ ടെമ്പറേച്ചർ. പിന്നെ ഓഡോ ട്രിപ്പ് മീറ്ററുകൾ, അതൊക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ട്. അതായത് ഓഡോമീറ്ററും ട്രിപ്പ് മീറ്ററും. ഇത് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് മാറുന്നു കാണല്ലോ. ഓഡോ ട്രിപ്പ് A, ട്രിപ്പ് B, ഇത് സെറ്റ് ചെയ്യാനുള്ളതും. ഇവിടെ ഈ ഡിസൈൻ പാറ്റേണൊക്കെ നല്ല ഭംഗിയിട്ട് കാണാനുണ്ട്. അത് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നിലയ്ക്ക്. പിന്നെ ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഉണ്ട്, അത് പിന്നിലെ ഫോഗ് ലാമ്പ് ആവാനാണ് വഴി, അല്ലെങ്കിൽ ഫോഗ് ലാമ്പ് നമ്മൾ വെക്കേണ്ടി വരും. ഈ ഒരു ലാമ്പ് കണ്ടോ, അത് നമുക്ക് വെക്കേണ്ടി വരും. പിന്നെ ഈക്കോ മോഡുണ്ട്, ഈക്കോ മോഡ് അറിയാലോ, പറയേണ്ട കാര്യമില്ല, ഈക്കോ മോഡുണ്ട്. ഇത് DPFൻ്റെ റീജൻ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചാണ്, നമ്മൾ ഇന്നോവയിലൊക്കെ കാണുന്നുണ്ട്, അത് ഡീസൽ വണ്ടിക്കുള്ളതാണ്. പിന്നെ ഈ ഒരു പാനൽ നമുക്കിവിടെ ആ ഒരു സ്റ്റീരിയോ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, AC കൺട്രോൾസ് ആണ്. ഇപ്പോൾ റിയർ AC എന്ന് പറയുന്നത് ഫ്രണ്ട് AC ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് AC ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും റിയർ AC വർക്ക് ചെയ്യും, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് AC ഓൺ ഓഫാണ്, AC ഓൺ കണ്ടോ. ഇത് ബാറ്ററി കട്ട് ഓഫാണ്, ഇത് ഹസാർഡ് ലൈറ്റാണ്. പിന്നെ ഇവിടെ നമ്മുടെ അകത്തെ ക്യാബിൻ ലാമ്പുകളും, താഴെ റിയർ AC സ്വിച്ചും 2 USB പോർട്ടും കാണാം. ഇതാണ് ഡ്രൈവർക്കുള്ള AC വെൻസ്. അവിടെ നമുക്ക് എന്താ പറയുക, ആ സംഗതി കാണില്ല, അതായത് ഗ്ലോ ബോക്സ് ഒന്നുമില്ല, പക്ഷേ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം കണ്ടോ. ഫ്രണ്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്, ഒരു വലിയ ഗിയർ ലിവറാണ്. ഈ പെഡലുകളുടെ ഗ്യാപ്പൊക്കെ നോക്കിയേ, അത്യാവശ്യം നല്ല ഗ്യാപ്പൊക്കെ ഉണ്ടല്ലേ, കൊള്ളാം. സംഭവം GST കട്ട് വന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനാണ് കുറച്ചും കൂടി ഗുണമായിരുന്നത്. ഇപ്പോൾ 20 ലക്ഷത്തിൻ്റെ പുറത്തൊക്കെ വരേണ്ടായിരുന്ന വണ്ടിയത്. ഇതിനിപ്പോൾ 16,90,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് മുംബൈയിലെ. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് അറിയണമെങ്കിൽ ഞാൻ താഴത്ത് നമ്പർ കൊടുക്കാൻ വിളിച്ച് നോക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വിലയ്ക്ക് 20 ലക്ഷം രൂപ താഴെ എന്നൊക്കെ പണ്ട് പറയുന്നത്, നമ്മൾ 16.9 എന്നൊക്കെ പറയുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു വിലയ്ക്ക് ഈ ഒരു 9 സീറ്റർ എന്ന് പറയുന്നത് ലക്ഷറി ആയിട്ട് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ഇതിന് ഓടിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓടിക്കാൻ എങ്ങനെ ഉണ്ടെന്നില്ല, വണ്ടി ഓടിക്കുമ്പോൾ പറയാം. എന്തായാലും ഇതിൻ്റെ സീറ്റുകൾ കൊള്ളാം. ഇതിൻ്റെ ആ ഒരു ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന കാര്യമുണ്ട്, ചാടരുത് കേട്ടോ.
കയറാൻ ഇറങ്ങാനും ബുദ്ധിമുട്ടില്ല. വലിയ പാത്ത് അല്ലെങ്കിൽ എന്താ പറയുക വലിയ ഒരു വേ ആണ് അകത്ത് കയറാനുള്ളത്. അത് സുഖമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഒരു കാറ് പോലെ എന്നൊക്കെ ലളിതമായിട്ട് പറയാവുന്നൊരു വണ്ടിയാണ് വിങ്ങർ എന്നുള്ളതാണ്. വിങ്ങർ പ്ലസ് ആയപ്പോൾ ഹൈ റൂഫ് കിട്ടി, ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടി. പിന്നെ ഈ 2.2 ലിറ്റർ ഡൈക്കോർ എഞ്ചിൻ എന്ന് പറയുന്നത് ടാറ്റ എഞ്ചിനാണ്. അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും റിലയബിളായിട്ടുള്ള അത്യാവശ്യം കിലോമീറ്റർ കൂടുന്ന എഞ്ചിനാണ്. പിന്നെ എൻ്റെ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മുന്നിൽ മക്ഫേഴ്സ് ആണെന്ന് തോന്നുന്നു. ബാക്കിലാണെങ്കിൽ ലീഫ് സ്പ്രിങ്, അതെ മുന്നിൽ മക്ഫേഴ്സ് തന്നെയാണ്, ഡബിൾ ഫിഷ് ബോണല്ല. പിന്നെ അടിയിൽ അണ്ടർ ബോഡി കവറൊക്കെ കൊടുക്കുന്നുണ്ട്, അതായത് എഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ. നിങ്ങൾക്കൊരു കൗതുകം തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ട്രാവലർ ആണെങ്കിലും ഈ വിങ്ങർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു വലിയ വാൻ, അതായത് ബസ് അമ്മത്തുനിന്ന് പോയി ഇല്ലത്തെത്തിയില്ല പറയും പോലെ ചെറിയ വണ്ടിയല്ല എന്ന ബസ്സുമല്ല. ആ ഇടയ്ക്കുള്ള വാനുകളൊക്കെ തന്നെയും ഒന്നുകിൽ മോണോക്കോക്ക് അല്ലെങ്കിൽ സെമി മോണോക്കോക്ക് ഉള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇത്, പ്രത്യേകിച്ച് ഫ്രണ്ട് വീൽ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടികളുടെ ഗുണമെന്ന് പറയുന്നത് കാറ് പോലെയാണ് ഓടിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അതെങ്ങനെയാണ്, ശരിയാണോ എന്നുള്ളത് കൊണ്ട് ഓടിച്ചുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് ഓടിക്കാം, വിങ്ങർ എടുത്ത് ഓടിക്കാം. ടാറ്റയുടെ വിങ്ങർ നമ്മൾ ഓടിക്കുന്നത് ആദ്യമായിട്ടല്ല. നമ്മൾ വിങ്ങർ ഓടിച്ചിട്ടുണ്ട്, സ്കൂൾ ബസ് ഓടിച്ചിട്ടുണ്ട്, അതായത് വിങ്ങറിൻ്റെ സ്കൂൾ ബസ്. പക്ഷേ ഈ ഹൈ റൂഫ് പ്ലസ് എന്ന് പറയുന്ന മോഡൽ വന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് GST കട്ടോട് കൂടി വന്ന പ്രൈസാണ്. വണ്ടി നല്ല വില കുറഞ്ഞു. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു സർവീസൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ടാക്സി സർവീസ് പോലുള്ള ആളുകൾ ചെയ്യുന്ന ആളുകൾക്ക് വണ്ടി വാങ്ങാൻ പറ്റിയ സമയമാണിത്. കാരണം വില നല്ല കുറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 9 ക്യാപ്റ്റൻ സീറ്റുകളാണ് എന്നുള്ളത് തന്നെയാണ്. റിക്ലൈൻ ചെയ്യാവുന്ന, ചാരിരുന്ന് യാത്ര ചെയ്യാവുന്ന, പവർ പോർട്ടുകളുള്ള, AC വെന്റുകളുള്ള സീറ്റിൽ യാത്ര എന്ന് പറയുന്നത് സുഖകരമാണെന്നുള്ളത് പറയാം. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഇപ്പോൾ മക്ഫേഴ്സൺ സെറ്റാണ് ഫ്രണ്ടിൽ. ഓക്കെ, വിഷ്ബോൺ ടൈപ്പ്. പിന്നിലാണെങ്കിൽ ലീഫ് റിംഗ്, പാരബോളിക് ലീഫ് റിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നല്ല റൈഡ് ക്വാളിറ്റി വണ്ടിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിങ്ങറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ആദ്യ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ റൈഡ് ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ കാർ ഓടിക്കും പോലെ, ഞാൻ പറയുമ്പോൾ അതിശക്തി ഉണ്ടാവും, എന്നാലും ഒരു വലിയ വണ്ടി, വലിയൊരു SUV ഓടിക്കുന്ന അത്ര എഫേർട്ട് പോലും ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി എന്നുള്ളതാണ് വിങ്ങറിൻ്റെ കാര്യം. ഇപ്പോൾ സ്റ്റിയറിംഗ് ലൈറ്റാണ്, ഗിയർ ഷിഫ്റ്റർ എന്ന് പറയുന്നത് കൃത്യതയോടുകൂടി സ്ലോട്ട് ചെയ്യുന്ന ഷിഫ്റ്ററാണ്, ക്ലച്ച് ലൈറ്റാണ്, ബ്രേക്ക് ഡിസ്ക് ആയതുകൊണ്ട് ചവിട്ടെടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇതിൻ്റെ ABSൻ്റെ ഒരു സ്പെക്കിൽ ഞാൻ കണ്ടത് റിയർ ABS എന്നാണ്. എനിക്ക് തോന്നുന്നു റിയർ ABS ആണോ ഫുൾ ABS ആണെന്നുള്ള സംശയമുണ്ട്, കൺക്ലൂഡ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. എന്തായാലും ABS ഉള്ളൊരു മോഡലാണിത്. കൂടാതെ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീലും സീറ്റിൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു ഗുഡ് പ്ലേസ് ടു ബി ഇൻ എന്ന നിലയ്ക്ക് ഡ്രൈവർക്കും യാത്ര ചെയ്യാൻ സുഖകരമായിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റിലെ വണ്ടി എന്ന നിലയ്ക്ക് പാസഞ്ചേഴ്സിന് പറ്റിയ ഒരു വണ്ടിയായിട്ട് നമുക്ക് ഈ ഒരു വിങ്ങറിനെ കാണാം. ഈ വിങ്ങറിൻ്റെ വലിയ ഗ്ലാസ് ഏരിയയും വലിയ മിററുകളൊക്കെ കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ സിറ്റിയിലാണെങ്കിലും അതല്ല ഒരിത്തിരി വളഞ്ഞ് പൊളഞ്ഞ പോകുന്ന റോഡിലാണെങ്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. പറയുമ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ്നെസ്സിനെയും ഈ മോണോക്കോക്കായിട്ടുള്ള ബിൽഡിൻ്റെ ഒരു ഗുണത്തെയുമാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, റിയർ വീൽ ഡ്രൈവ് അല്ല, വലിക്കുമെന്ന് സംശയമുണ്ട് നമുക്ക് തോന്നുന്ന ആളുകാരൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഗിയറിങ് അത്ര ഷോർട്ടല്ല, നമുക്ക് അത്യാവശ്യം സ്പീഡ് എടുത്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ 80 കിലോമീറ്ററിൽ സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിലും ഇതിന് റിവേഴ്സിന് കോളറൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ സ്റ്റീരിയോ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിനകത്ത് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഡ്രൈവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ പാസഞ്ചേഴ്സിനാണെങ്കിലും AC വെൻ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, എല്ലാം കണ്ടുകൊണ്ടിരുന്ന് ഓടിക്കാവുന്ന ഒരു വണ്ടി, എണിച്ച് നടക്കാവുന്ന ഒരു വണ്ടി, 9 പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു വണ്ടി, അതാണ് കാര്യം. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്നോട് പറഞ്ഞു 7 സീറ്റിൽ വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ 13 സീറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാര്യങ്ങളുടെ ഇടയ്ക്ക് നല്ല സീറ്റുകളുള്ള വണ്ടികളില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അർബാനിയൊക്കെ 10 സീറ്റർ അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ 9 സീറ്ററാണ്, 9 ക്യാപ്റ്റൻ സീറ്റാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയും. അപ്പോൾ നിങ്ങളൊരു കൊമേഴ്ഷ്യൽ സെക്ടറിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് കുറച്ച് ടാക്സി വണ്ടികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വണ്ടികളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയമായെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഓടിച്ച് നോക്കേണ്ടുന്ന വണ്ടി എന്ന് ഞാൻ ഈ ഒരു വിങ്ങറിനെ പറയും. അതിന് കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർക്ക് ഫാറ്റീഗ് ഇല്ലാണ്ട്, ഡ്രൈവർക്ക് ക്ഷീണമില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം ഈ വണ്ടിക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതായത് കാറ് പോലെ ഓടിക്കാവുന്ന ഒരു വണ്ടി എന്നുള്ളൊരു കാര്യം ഈ വിങ്ങറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതയാണ് ഈ വിങ്ങറിനെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാക്കുന്നത്. പിന്നെ മോണോക്കോക്ക് ബിൽഡും ഇതിൻ്റെ ഒരു വിനയൽ ഫ്ലോറിങ്ങും എല്ലാം പറയാം. എന്തായാലും എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. കൊള്ളാം. അപ്പോൾ അത്രയുള്ള അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.